നമുക്ക് ഇച്ചിരി പറഞ്ഞു തരും. നമുക്ക് ലാലേട്ടനെ ഇച്ചിരി പടം പ്രതീക്ഷിക്കാമോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങനെ നടക്കട്ടെ. നമ്മുടെ ആഗ്രഹമാണ്, എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. എന്താ പറയുക, വളരെ പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞ വളരെ ധൈര്യപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അത്തരൊരു സിനിമയുടെ നിർമ്മാണത്തിൽ ഒരു പ്രൊഡ്യൂസർ വന്നതും അല്ലെങ്കിൽ സജിന് മനസ്സിൽ കാണുന്ന പോലെ സിനിമേനെ എത്തിക്കാൻ സാധിച്ചതിനൊക്കെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഇത്തരം സിനിമകൾ ഇനിയും വരണമെന്ന് തോന്നുന്നില്ല. ഇത് സാറ് ഇതേപോലെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കാതൽ പോലുള്ള സിനിമകളിൽ പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെ. അപ്പോൾ ഇത്തരം സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ മലയാളം നോക്കുമ്പോൾ കണ്ടന്റ് കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ ഇനിയും വരണം എന്ന് തോന്നുന്നു. വരട്ടെ, ഉണ്ടാവട്ടെ തന്നെ. അതിന് ഈ പറഞ്ഞ പോലെ അതിനൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. ഒരു സിനിമയെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു നിർമ്മാതാവും അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ റൈറ്ററുടെ മനസ്സിൽ അത്ര ആശയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ വേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്ന തരം മെൻറ്റാലിറ്റിയും അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു പരിപാടികൾ ഇപ്പോൾ ആക്ടേഴ്സ് ആണെങ്കിലും ഇത് ഒരുപാട് പേരുണ്ടല്ലോ ഈ സിനിമയിൽ. അപ്പോൾ അവരൊക്കെ ആ ഒരു പ്രോജക്റ്റിനെ കൂടെ നിൽക്കുന്നതിനെ വളരെ വളരെ പോസിറ്റീവായിട്ട് കാണും. താങ്ക് യു. ഒന്നുമില്ല, ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഒന്നും പ്ലാൻ ആയിട്ടില്ല. ആക്ടിങ്ങിലേക്ക് ഇപ്പോൾ ആക്ടിങ്ങിൽ തന്നെയാണോ ശ്രദ്ധ? അങ്ങനെയല്ല, നമ്മളെ വിളിക്കുന്ന സിനിമകളൊക്കെ ചെയ്യുന്നുള്ളതുള്ളൂ. മിക്കതും കോമഡി റോളുകളിലേക്കാണല്ലോ ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അതിനാണോ ഇഷ്ടം അതോ? അല്ല, അത് നമ്മളെ വിളിക്കുന്നത് ചെയ്യുന്നുള്ളതുള്ളൂ. നമുക്ക് ഇച്ചിരി പറഞ്ഞു തരും. നമുക്ക് ലാലേട്ടനെ ഇച്ചിരി പടം പ്രതീക്ഷിക്കാമോ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങനെ നടക്കട്ടെ. നമ്മുടെ ആഗ്രഹമാണ്, എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ആഗ്രഹമാണ്.